ഭർത്താവിന്റെ മുമ്പിലും ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിന്റെ മുമ്പിലും പെണ്ണുങ്ങൾ മുഖമക്കനെ ധരിക്കണം. അതൊന്ന് ധരിക്കുന്നുണ്ടോ? ഇല്ല. അത്ര ടൈറ്റ് ആക്കണോ എന്നാ ചില ആലോചിക്കുക. നമ്മൾ ടൈറ്റ് ആക്കിയാൽ അള്ളാന്റെ റസൂൽ ടൈറ്റ് ആക്കിയതാ. മനസ്സിലായില്ലേ? അത് ഞങ്ങൾ ഒരുങ്ങാതെ നമ്മളൊരു വീട് പോലെയാണ്. അനിയമ്പുരിയാപ്പിള ഗൾഫിലാവും, ഓളെ കൊണ്ടിടക്കലൊക്കെ പിന്നെ ഏട്ടമ്പുരിയാപ്പിളെ മോട്ടോർ ബൈക്കുമ്പോൾ ഇരിക്കും, അരയെ കൈയിട്ടിട്ട് അങ്ങനെ കൊണ്ടിടക്കും. അല്ലേ? അതിർത്താൽ മറ്റോളെയും കൂടി തലാക്കിയല്ലോ എന്നുള്ള മാതിരി അതുകൊണ്ട് ഓളും മുണ്ടൂല പേടിച്ചിട്ട്. അങ്ങനെയാണ്. എന്തെല്ലാം ദുരന്തങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് പ്രയാസമാണെന്ന് അപ്പൊ ചില ആളുകൾ പറയാം. പ്രയാസം തന്നെ. ഇസ്ലാം കുറച്ച് പ്രയാസമാണ്. മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗൾഫുകാർ ഒന്നുകിൽ നാട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഇവിടെ സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. സുരക്ഷിതമായ സ്ഥലത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. അത് ഭർത്താവിന്റെ കടമയാണ്. മാത്രമല്ല, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ അൻ തുസാഫിറ മസീറത യൗമിൻ വലൈല ഇല്ലാ മഅദി മഹ്റമിൻ അലൈഹാ. യാത്ര ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്റെ കൂടെ ഒരു രാവും പകലും, ചിലതിലൊരു രാവ് മാത്രമുണ്ട്, ദൂരമുള്ള യാത്രയാണെങ്കിൽ മഹറമായ ഒരു പുരുഷൻ കൂടെയില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. കെട്ടുബന്ധം നിഷിദ്ധമായ, അവള് ഭർത്താവില്ലാതെ ഇരിക്കുമ്പോൾ കെട്ടാൻ പറ്റുന്ന ആരും പറ്റൂല. ഒരു കാലത്തും കെട്ടാൻ പറ്റാത്ത അങ്ങനത്തെ ആള്. ഇപ്പൊ വാപ്പ, ആങ്ങള, അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ, അല്ലെങ്കിൽ പിന്നെ മകളുടെ ഭർത്താവ്, അല്ലെങ്കിൽ മകന്റെ കുട്ടി, മകളെ കുട്ടി, ഇങ്ങനെയുള്ള കെട്ടുബന്ധം നിശ്ചിതമായ പുരുഷൻ കൂടെ വേണം. അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ തന്നെ നമ്മളെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും ഇഷ്ടാവില്ല. അതുകൊണ്ട് ആരും പറയില്ല, ഞാൻ പറയാണ് എന്റെ വീട്ടിൽ പറയാണ് എന്റെ അനുജന്റെ ഭാര്യയും എന്റെ ജ്യേഷ്ഠ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ മുഖമക്കനിടണം. എന്റെ അനുജനോട്, എന്റെ അനുജൻ വരുമ്പോ നീ മുഖമക്കൾ നിന്റെ ഭാര്യനോട് പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോ വീട്ടുകാർക്ക് എന്താ പറയാ? എന്റെ ഭാര്യനെ പോനങ്ങോട്ട് മുണുങ്ങൂലേ? ഈ കളവന്മാര് ചോദിക്കുന്ന എന്റെ ഭാര്യനെ പോണങ്ങോട്ട് മുണുങ്ങോന്ന് വെച്ചാല് അങ്ങനെ ഒന്നും കാട്ടൂല, അങ്ങനൊന്നും ഉണ്ടാവില്ല. ശരിയാണ്, വിശ്വാസപ്പെട്ടതാണ് അർത്ഥം, പക്ഷെ പാടില്ല. അതുപോലെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനെ, അനിയത്തിന്റെ ഭർത്താവിനെ കന്യ പുരുഷനായി കാണാൻ, ഈ അളിയക്കാക്ക് നമ്മളെയൊക്കെ സംശയാന്നറിയും അല്ലേ? എടീ, നീ എന്റെ മുമ്പിൽ ഇങ്ങനെ വരാൻ പാടില്ല മോളെ, നീ അന്യ സ്ത്രീയെ പോലെ ആയിരിക്കണം, മുഖമൊക്കെ ധരിച്ച് എന്റെ മുമ്പിൽ വരാൻ പാടുള്ളൂ, ഔറത്ത് കാണിക്കാൻ പാടില്ല. അളിയക്കാക്ക് നമ്മളെയൊക്കെ സംശയമാണ് എന്നാ പറയാം. അപ്പൊ അത് ആര് പഠിപ്പിക്കണം? രക്ഷിതാക്കൾ പഠിപ്പിക്കണം. മോളെ, നിന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവാണിത്, അയാളുടെ മുമ്പിൽ നീ ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടുള്ളൂ, നീ മുഖമൊക്കെ ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. സംസാരത്തിനും പെരുമാറും, അപ്പൊ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നിയമമുണ്ട്. തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ പഠിപ്പിക്കണം നമ്മൾ. ചെറിയ കുട്ടികളാകുമ്പോഴത് പോട്ടെ, പ്രായപൂർത്തിയെത്തിയാൽ പിന്നെ അത് അവസാനിപ്പിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ജാഹിലിയ കാലത്തെ പോലെ നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്കും ബാധകമായ കാര്യമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് റസൂൽ ജീവിച്ച്. ജാഹിലിയ്യത്തിലെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഔറത്ത് പുറത്ത് കാണിച്ച് നടക്കരുത്. നബി പറഞ്ഞിട്ടുണ്ട്, അൽ മർഅതു ഔറത്തുൻ ഫൈദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ. പെണ്ണ് മറഞ്ഞിരിക്കേണ്ടവളാണ്, അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളെ കൂടുതൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കും, കൂടുതൽ വെളിപ്പെടുത്താൻ ശ്രമിക്കും. പെണ്ണുങ്ങൾക്ക് ഈ പ്രദർശന മനസ്സിൽ ആരുണ്ടായി കൊടുക്കണതാ? പിശാച് ഉണ്ടായി കൊടുക്കണ. അന്യ ആണുങ്ങൾ തന്നെ കാണണം, നോക്കണം എന്ന ഒരു ചിന്താഗതിയിലേക്ക്. പള്ളിയിൽ വരുമ്പോൾ പോലും ആർഭാടം പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം കേട്ടോ. വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് പറയുന്നത് ശറഈയായ ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നതിന് തടസ്സമല്ല. ശറഈയായ ആവശ്യത്തിൽപ്പെട്ടതാണ് പള്ളിയിലുള്ള ജുമഅയും ജമാഅത്തും. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വ്യക്തമായിരുന്നു. പക്ഷേ ഫി ശർത്തിഹി, അതിന് ചില ഷർത്തുകളുണ്ട് പള്ളിയിൽ വരുന്നതിന്. എന്താ ഷർത്ത്? ആർഭാടമുള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരാൻ പാടില്ല. വൽയഖ്റുജ്ന വഹുന്ന തഫിലാത്ത്, അനാർഭാടകളായിക്കൊണ്ട്, അലങ്കാരമില്ലാത്തവരായിക്കൊണ്ട് അവർ വരട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ പള്ളിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ത്വീബ് ഉപയോഗിക്കാൻ പാടില്ല. എന്താ ത്വീബ്? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ഒരു പെണ്ണ് സുഗന്ധം പൂശിയിട്ട് പള്ളിയിൽ വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ പോയിട്ട് കുളിക്കാൻ പറ്റില്ല, ജനാബത്ത് കുളിക്കും പോലെ കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് വന്നാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട്, ആർഭാട വേഷം ധരിക്കാതെ, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാതെ ആയിരിക്കണം പെണ്ണുങ്ങള് പള്ളിയിൽ വരും. അതിന് കഴിയില്ലേ പെണ്ണുങ്ങൾ വരണ്ട. അങ്ങനത്തെ പെണ്ണുങ്ങൾ വരണ്ട. ചുരിദാർ ബാഗിലിട്ടിട്ട് ഇവിടെ വന്നിട്ട് നിസ്കാരക്കുപ്പായിട്ട് പുറത്തിറങ്ങുമ്പോൾ അരക്കൈയിട്ടിട്ട്, ഇതൊക്കെ അല്ലേ നിങ്ങളെ മുസ്ലിം പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പറയാൻ കാരണമാക്കുന്ന തരത്തിൽ
ഈ സമ്പ്രദായത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അങ്ങനത്തെ പെണ്ണുങ്ങൾ ദയവായി ഇങ്ങോട്ട് വരരുത് എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രമല്ല, സ്ത്രീകൾ പുരുഷനെ ആകർഷിക്കുന്ന തരത്തിൽ നടക്കുന്ന സ്ത്രീകളെ കുറിച്ച് അവൾ പിശാചാണെന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ ഫൈദാ അബ്സറ അഹദുകും ഇംറഅതൻ ഫല്യഅതി അഹ്ലഹു ഫഇന്ന ദാലിക യറുദ്ദു മാ ഫീ നഫ്സിഹി. ഒരു പെണ്ണ് മുന്നിട്ട് വരുന്നത് പിശാചിന്റെ രൂപത്തിലാണ്, പിന്നിട്ട് പോകുന്നതും പിശാചിന്റെ രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ അത്രയും ആകർഷിക്കുന്ന തരത്തിൽ നോക്കി നിൽക്കുന്ന പുരുഷന് പൈശാചികത ഉണ്ടാക്കുന്ന തരത്തിലാണ് ഓളെ വേഷം. ഓൾ മുന്നോട്ട് വരുന്ന കണ്ടാലും പിന്നിട്ട് പോകുന്ന കണ്ടാലും അങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും അത്തരം ഒരു സ്ത്രീ നിങ്ങളെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അവൻ തന്റെ ഭാര്യയെ സമീപിക്കട്ടെ, അവന്റെ മനസ്സിലുള്ളതിനെ അത് കണ്ടു തടയാൻ സാധിക്കും. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടിയിൽ ഇങ്ങനെ ഒരു പെണ്ണ് ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ നബി സ്വന്തം ഭാര്യ സൈനബയുടെ അടുത്ത് പോയി തന്റെ ആവശ്യം നിർവഹിച്ചുവെന്നും അതിനുശേഷമാണ് സഹാബികളോട് ഈ കാര്യം പറഞ്ഞതെന്നും ഈ ഹദീസിൽ ഇമാം മുസ്ലിം വായിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാന്റെ റസൂലിന് വരെ അങ്ങനത്തെ ആകർഷകത്വം ഉണ്ടായെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ് നമ്മൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പെണ്ണുങ്ങൾ ആണുങ്ങൾ ആകർഷിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് വലിയ കുറ്റമാണ്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ. ഞാൻ നരകത്തിൽ കണ്ട രണ്ട് വിഭാഗത്തെ കുറിച്ച് റസൂൽ പറയാണ്. ചില പെണ്ണുങ്ങൾ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവർ നഗ്നകളാണ്. കണ്ടോ, വസ്ത്രം ധരിച്ചിട്ട് പക്ഷെ അവർ ഔറത്ത് പുറത്താണ്. എന്നാ വസ്ത്രം ധരിച്ച് പേരിനില്ലാത്ത ധരിച്ചിട്ടുണ്ടാവും, ധരിച്ചത് തന്നെ ഉള്ളിലുള്ളതൊക്കെ കാണുന്ന പോലെയാണ്. ലായതും മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവരെ ആകർഷിക്കാൻ നടക്കുന്നവരാണ്. കണ്ണിൽ കൊക്കയും മനസ്സിൽ ചൂണ്ടയുമായി നടക്കുന്ന പെണ്ണുങ്ങൾ. ലായതുൽ ജന്നത, അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. വലായജിന റിയഹ, സ്വർഗത്തിന്റെ മണം പോലും അവർ ആസ്വദിക്കുകയില്ല. സ്വർഗത്തിന്റെ പരിമളം എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് കിട്ടും, അതിന്റെ അടുത്ത് പോലും അവർ എത്തുകയില്ല എന്നാണ്. അവരെ മുടിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. മുടി ഇങ്ങനെ കെട്ടിയിട്ട് മേലെ വെച്ചിട്ട് അതിന്റെ മേലൊരു തട്ടങ്ങനെ വെറുതെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ മേലക്ക് നിർത്തിയ മുടി കൊണ്ട് എന്തെല്ലാം കളിയാ. പണ്ട് ഏച്ചൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പണി. നിങ്ങളല്ലാഞ്ഞിട്ട് ചന്തിന്റെ താഴെ നിൽക്കണം പെണ്ണുങ്ങളെ മുടി, അതിനു വേണ്ടി ചെട്ടിച്ച് വരുമ്പോ മുടി വാങ്ങും വിലക്ക്, എന്നിട്ട് അത് സോപ്പിട്ട് കൈകിട്ട് ഏച്ചൂട്ടി വെക്കും. ഇന്നിപ്പോ മുറിച്ച് ശരിയാക്കല, മുറിച്ചിട്ട് ബോബ് ചെയ്തിട്ട് തൊപ്പിനുള്ളിലാക്കി വെക്കല. എന്നിട്ട് ടീഷർട്ടും ജീൻസും ഇട്ടാല് ആണാ പെണ്ണാന്ന് തിരിയൂല. കാരണം മുടി കൊണ്ട് മനസ്സിലാവൂല, വേഷം കൊണ്ട് മനസ്സിലാവൂല. അങ്ങനെ ഇതൊക്കെ നമ്മുടെ മുസ്ലിം പെണ്ണുകളിലേക്കും വരുന്നുണ്ട്. ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് എന്തെല്ലാം സംസ്കാരങ്ങളാണ്. എന്നാലും നല്ല എഡ്യൂക്കേഷൻ കിട്ടുമോലും, നല്ല എഡ്യൂക്കേഷനാ. സംസ്കാരം നശിച്ച് എന്തിനാടോ എഡ്യൂക്കേഷൻ? സംസ്കാരം നിലനിർത്തുന്ന എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടൂ. സംസ്കാരം നശിച്ച എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമില്ല. ഇന്ന് എന്തിനാ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കണമെന്ന് രക്ഷിതാക്കൾക്ക് അറിഞ്ഞുകൂടാ. കുറെ അങ്ങനെ പോകും ഏതെങ്കിലുമൊക്കെ കോഴ്സ്. എവിടെയാ അമ്മദിക്കാങ്ങളെ മോള് പഠിക്കണേ? എവിടെയാ? തലശ്ശേരിയാ, നാരങ്ങാപ്പുറത്ത്, അവിടെ ഏതോ ഒരു ബിൽഡിങ്ങിന്റെ അവിടെ എന്താ കമ്പ്യൂട്ടറോ എന്തോ അറിഞ്ഞൂടെ മൂപ്പർക്ക് എവിടെയാ പഠിക്കണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ പൈസ കഴിച്ചാൽ കൊടുക്കും, കുട്ടികൾ പഠിച്ചോട്ടെ, പഠിക്കണ്ടേ. അങ്ങനെ പോകും. നേരം വെളുക്കും 7 മണിക്കൊണ്ട് ഇറങ്ങും, വൈകുന്നേരം 7 മണിക്കങ്ങ് കയറി ചെല്ലും. 1 2 പീരീഡ് ക്ലാസ്സിൽ പോകേണ്ടിയിരിക്കും. ആരപ്പാ പോണത്? ആരൊക്കെ അവിടെ ഉള്ളത്? എന്താ അവിടുത്തെ കോലം? ഒന്നും അന്വേഷിക്കാൻ ആർക്കും സമയമല്ല. പഠിപ്പിക്കണേ ഇസ്ലാം എതിരാണോ? ഇങ്ങനെ ഉണ്ടോ ഒരു പഠിപ്പിക്കൽ? ഇങ്ങനത്തെ പഠിപ്പിക്കൽ ഇസ്ലാം എതിരാ? അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല. നിസ്കരിക്കുന്നുണ്ടോ കുട്ടികൾ? നിസ്കാരം ഉണ്ടോ അവർക്ക്? ദൂറുണ്ടോ, എസറുണ്ടോ? എന്ന് മാത്രമല്ല, അവരും അന്യപുരുഷന്മാരുമായുള്ള അവരുടെ ബന്ധങ്ങൾ എന്താണ് അവിടെ? എന്നിട്ട് വല്ല രാമൻകുട്ടിന്റെ ഒപ്പോ ശങ്കരൻകുട്ടിന്റെ ഒപ്പോ പോയിട്ട് പിന്നെ കുത്തിരുന്ന് കരയാ. ഞാൻ അബൂബക്കറിന്റെ ഒപ്പം അഹമ്മദിന്റെ ഒപ്പം ആയാലും എന്താ ഹറാമല്ലേ? ചില ആളുകൾക്ക് അന്യസമുദായ മാത്രമേ വിഷമമുള്ളൂ. അന്യസമുദായക്കാരനെ ഒപ്പം ഒളിച്ചോടി. നമ്മുടെ സമുദായക്കാരനായാലും എന്താ? നിക്കായില്ലാതെ ഒളിച്ചോടിയാ മറ്റേ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. മറ്റേ അതിന് പറ്റൂല, അവൻ ആദ്യം പോയി തൊപ്പിടിക്കേണ്ടി വരും. അവർ വിഷമുണ്ട്, അല്ലാതെ രണ്ടും ഹറാം തന്നെ. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണ്. പെൺകുട്ടികളെ വളർത്തിയാൽ ആ പെൺകുട്ടികളെ നരകത്തുന്നൊരു മറയായിരിക്കുന്ന റസൂൽ പറഞ്ഞില്ലേ? വെറുതെ പറഞ്ഞാലത് പെൺകുട്ടികളെ വളർത്താൻ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. പെൺകുട്ടികളെ നല്ല അതപോടെ വളർത്തണമെന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമുണ്ട് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും. ഒരു പെൺകുട്ടി പുറത്തിറങ്ങി വീട്ടിൽ നിന്ന് തിരിച്ചെത്തോളം ഉമ്മയും ബാപ്പയും വേദനിക്കുകയാണ്. എന്തിലാ പെടുന്നത്? അപ്പൊ സുരക്ഷിതമുള്ള സ്ഥലത്ത് മാത്രം പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല. നിങ്ങളെ പെൺകുട്ടി പ്രീ ഡിഗ്രിയും പിന്നെ BBM-ഉം കമ്പ്യൂട്ടറും ഒക്കെ പഠിച്ചോന്ന് ചോദിക്കൂല. നിങ്ങളെ പെൺകുട്ടികൾ അന്യ പുരുഷന്റെ കൂടെ പോയാൽ നിങ്ങളതിന് ഉത്തരവാദിയാണ്. അത് നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ കുറ്റമാണ്. 3 ആളുകൾ നരകത്തിൽ കടക്കുമെന്ന് പറഞ്ഞിടത്ത് ഒരാൾ പറഞ്ഞ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്വന്തം വീട്ടിൽ വ്യഭിചാരം അനുവദിക്കുന്നവെന്നാണ്. നിങ്ങൾ വ്യഭിചരിച്ചോളി എന്ന് പറയൊന്നും വേണ്ട. വ്യഭിചരിക്കാനുള്ള സൗകര്യങ്ങൾ